മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ നിന്ന് CPM നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. യഥാർത്ഥത്തിൽ 2025 വാർഷിക പദ്ധതി അട്ടിമറിക്കാനാണ് CPMന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ അതിന്റെ ഭാഗമായി 2025 വാർഷിക പദ്ധതി സമ്പൂർണ്ണ ഭേദഗതി കണക്കുകളുടെ കാര്യം പറഞ്ഞ് പല കമ്മിറ്റികളിലും ഭേദഗതി പാസ്സാക്കാതെ പദ്ധതി വൈകിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ഗ്രാമസഭകൾക്ക് ശേഷം ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാൻ സമയബന്ധമായിട്ട് തരാതെ വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ സമയബന്ധമായിട്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ടെൻഡർ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ അപേക്ഷകൾ ക്ഷണിക്കാൻ പോകുന്നു. അപ്പോൾ സമയബന്ധമായിട്ട് ഗ്രാമസഭ ഇന്ന് 15-16 ദിവസത്തിന് ശേഷമാണ് LDFന്റെ മെമ്പർമാര് ഗുണഭോക്തൃ ലിസ്റ്റ് സമർപ്പിച്ചത്. അത് പദ്ധതി അട്ടിമറിക്കാൻ തന്നെയാണെന്നുള്ള ഒരു ശ്രമം തന്നെയാണ്. 2024-25 വാർഷിക പദ്ധതി പണം ചെലവഴിക്കാതെ LDF മെമ്പർമാരുടെ വാർഡുകളിലെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട് വർക്കുകൾ നടത്തിക്കാത്ത രീതിയിലുള്ള ഒരു ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു പഞ്ചായത്ത് ഇലക്ഷന് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം തന്നെയാണെന്നാണ് ഭരണസമിതിക്ക് പറയാനുള്ളത്. ഇവിടെ ഇന്നിപ്പോ പറഞ്ഞത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചേർക്കുക എന്ന ഒരു ആക്ഷേപം ഇവർ ഉന്നയിക്കുകയുണ്ടായി. സത്യത്തില് ഇവിടെ കഴിഞ്ഞ ദിവസം വരെ അതാത് വാർഡുകളിലെ വോട്ടർമാർ വരുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ മെമ്പർമാരും ഇവിടെ ഉണ്ടായിരുന്നു. LDFന്റെ UDFന്റെ മെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അതാത് വാർഡുകളിലെ അപേക്ഷ ഫോം അതാത് വാർഡിലെ വോട്ടർമാർ വരുമ്പോൾ മെമ്പർമാർ എടുത്തു കൊടുക്കുകയാണ് പതിവ്. കഴിഞ്ഞ ദിവസം ഇത് വരാത്ത ആളുകളൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പല പാർട്ടിയിലെയും ആൾക്കാർ CPMന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഇവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപം ഉണ്ടായി. ഇന്നലെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങളുടെ വനിതാ മെമ്പർമാരുടെ വനിതാ മെമ്പർക്കെതിരെ ആക്രമണം വരെ ഉണ്ടാവാൻ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ സത്യത്തില് ഇവിടെ കള്ളവോട്ട് ചേർക്കാൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണ്. ഇവിടെ ക്രമം വിട്ട് വോട്ട് ചേർക്കലും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ഈ വോട്ടപ്പടിയിൽ പേര് ചേർക്കുന്നത് അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.